ഹായ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി പോയതാട്ടോ. അഴിമുഖത്തൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അഴിമുഖത്തൊക്കെ എത്താറായപ്പോൾ ഒരു സ്ഥലം കണ്ട്, ഒരു പാർക്ക്. അപ്പോൾ ഞങ്ങളതിൽ കയറി. അങ്ങനെ കയറിയിട്ട് ഇതേപോലത്തെ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന് കളിക്കുക വെച്ചാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ മോൾക്ക് ഒരു അംഗനവാടിയിൽ ഇങ്ങനത്തെ ഒരു കുതിര ഉണ്ട്. അതിന്മേൽ കയറി എപ്പോഴും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിന്മേൽ കയറലാ പണി. അപ്പോൾ അത് കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഏതെങ്കിലും ഒരു പാർക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടീനെ അങ്ങനത്തെ സാധനത്തിലൊക്കെ കയറ്റണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം. അതേപോലെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കും എൻ്റെ കുട്ടി ഇതേപോലത്തെ ഒരു സാധനത്തിലൊക്കെ പോയി ഇരുന്ന് കളിക്കണതൊക്കെ എനിക്കൊന്ന് കാണണം. പക്ഷേ ഇതിങ്ങനെ കയറി ഓളിച്ചിനൊന്നും പ്രായമായിട്ടില്ല, അവൾക്ക് 2 വയസ്സാവണുള്ളൂ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ, എന്തെന്നില്ലാത്തൊരു സന്തോഷം. അപ്പോൾ എല്ലാ സാധനത്തിലും ഓളിങ്ങനെ ദീപം ഇങ്ങനെ കയറ്റി ഇറക്കി വരുന്നുണ്ട്. പക്ഷെ എൻ്റെ ചെറുതാകുമ്പോൾ നമുക്ക് പോകണമെന്നുമില്ല, നമുക്ക് അറിയില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കേട്ടോ. അപ്പം കൊണ്ടുപോകാനായിട്ട് ആളും ഉണ്ടായിട്ടില്ലേനു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്ന് നടന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്ക്. അപ്പം അങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനും അതിലൊക്കെ കയറ്റാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ കേട്ടോ. കാണാനും കുട്ടീനെ ഞാനങ്ങനെ അതിൻ്റെ കുട്ടിയെങ്കിലും എല്ലാ സ്ഥലം കാണട്ടെ എന്നുള്ളൊരു വിചാരമുള്ള ഒരാളാട്ടോ ഞാൻ. അങ്ങനെ എല്ലായിടത്തും അങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ ഒന്നും അത്ര ഇതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ട് കുഴപ്പമില്ലാത്തൊരു സ്ഥലം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ വരുമ്പം അതിനേക്കാൾ രസമായിട്ടുണ്ടാവും. അവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞ്. അപ്പോൾ അവിടെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു സൈഡിലായിട്ടൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. അതിൽ കുറേ മീനുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒച്ചയും ആ മീനുകൾ ഇങ്ങനെ പോണ ഇതും കേൾക്കാൻ ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര ഇൻട്രസ്റ്റ്. ഈ വെള്ളത്തിൻ്റെ ഒച്ചയൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചാൽ അവിടെ ഞങ്ങൾ വർത്താനം പറയണതും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഞാനത് അപ്പടി അങ്ങനെ ഇട്ടിരുന്നിട്ടാ. കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. ആ വെള്ളത്തിൻ്റെ ഒച്ച ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ കുറച്ച് പെറ്റ്സൊക്കെ ഉണ്ട് ഇതവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് നടന്നിങ്ങനെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനിട്ടാ. അഴിമുഖത്തൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ മനസ്സിന് പറ്റിയ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതിൻ്റെ കുട്ടിക്ക് കളിക്കാനൊക്കെ പറ്റിയ. അപ്പോൾ അവളിങ്ങനെ മൊബൈൽ നമ്മൾ എത്ര കുട്ടികൾക്ക് കൊടുക്കരുത് പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ കൊടുത്തു പോകില്ല. അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് വരില്ല, ഷോർട്സ്, അതിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ആ മുട്ടായിൻ്റെ ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ അവളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പിന്നെ ആ താഴത്തേക്ക് തന്നെ വലിച്ച് അതന്നെ ഇങ്ങനെ കാണുന്നത് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ മോളതൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണമെന്ന്. കുറേ ആയിട്ട് ഞാൻ അവനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ദീപം നമുക്കൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് കേട്ടോ. ഈ ആട്ടിൻകുട്ടി അറിയുന്നത് ചെറിയ കാലുള്ള ആട്ടിൻകുട്ടികളാട്ടത്. അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അവൾക്ക് പിന്നെയും പെറ്റ്സിനെ കാണാനാണ് ഇൻട്രസ്റ്റ്. മറ്റേ പെറ്റ്സ് മീൻസ് മറ്റേ കിളികളും താറാവും അതൊക്കെ ഇല്ലേ, അതൊക്കെ കാണാനാണ് ഇൻട്രസ്റ്റ് അവൾക്ക്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ നടന്ന് കണ്ട് അക്വേറിയം പോയി കണ്ട്. ഞാൻ ഇപ്പോൾ ചായ അടിച്ചിട്ടുള്ളൂ, അതാണ് എമ്പക്കം വിടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കണ്ട് നല്ല ഭംഗിയുള്ള മീനുകൾ കേട്ടോ, നല്ല കളർഫുള്ളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി കളിക്കണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തേക്കൊരു കവാടം ചെറുതായിട്ട്, അത് തുറന്ന് പോയി കഴിഞ്ഞാൽ അവിടെ സ്വിമ്മിങ് പൂൾ സ്പെല്ലിങ് മിസ്റ്റേക്കും അക്ഷരത്തെറ്റുകളും ഒരുപാട് സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആ സ്വിമ്മിങ് പൂളിൻ്റെ അവിടേക്കാണ് ഇങ്ങനെ നടന്ന് പോകണം കേട്ടോ. അപ്പോൾ ആ സ്വിമ്മിങ് പൂളിൽ കയറാൻ വേണ്ടിയിട്ട് പൈസ വേണമെന്ന് അവർ പറഞ്ഞിരുന്നിട്ട്. പക്ഷേ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കാത്ത കാരണം ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് വരുന്നത് അറിയില്ല. അങ്ങനെ ആ പൂളൊക്കെ അവളൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് അങ്ങനെ കറങ്ങി ആ ചേർന്നിരുന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പം ഞാനാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ, അതാണ് ഇന്നതിൽ കാണിക്കാത്തതും. അപ്പം ലാസ്റ്റ് ഞങ്ങൾ പോണ ആ ഒരു ആ എൻട്രൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു ഗുഹ പോലത്തെ ഒരു എൻ്റർ ചെയ്യുന്ന ഭാഗം, ഒരു ഗുഹ പോലെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോവുകയാണ്. നമ്മൾ തിരിച്ച് നമ്മൾ അഴിമുഖത്തേക്ക് പോവുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇപ്പം നമ്മൾ അഴിമുഖത്തേക്ക് തന്നെ തിരിച്ച് പോവുക കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ പാർക്കിൻ്റെ പേരെന്താണെന്ന് ഞാൻ നോക്കാൻ മറന്നുപോയി. നോക്കിയിരുന്നു, പക്ഷേ എനിക്ക് ഓർമ്മയില്ല എന്താണെന്നുള്ളത്, ഒരു ഓർമ്മ കിട്ടുന്നില്ല. നമ്മൾ പോണ വഴിയിൽ തന്നെയാണ് കേട്ടോ, കാണാൻ പറ്റും കേട്ടോ. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോളി, കാണാൻ പറ്റും. നമുക്ക് റോഡ് സൈഡിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോയി അഴിമുഖത്തേക്ക് പോവാം കേട്ടോ. അഴിമുഖത്ത് എത്തിയിട്ടുണ്ട്.
അങ്ങനെ അഴിമുഖത്തെത്തി. നമ്മൾ ആ ഒരു പുഴേൻ്റെ ആ സൈഡിലേക്ക് ഇരുന്നിട്ട് നമ്മൾ കുറച്ച് ചൂണ്ടൊക്കെ ഇട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. അങ്ങനെ അതോ അവളെ മുഖം ഞാൻ എടുക്കണത്, അവളെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അവൾ എന്തൊക്കെ ഇങ്ങനെ നോക്കണതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോസ് ഇങ്ങനെ ഓളെ മുഖത്തേക്കാക്കി എടുക്കുന്നത് കേട്ടോ. എല്ലാ സംഭവം അവൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ മീനൊന്നും കിട്ടണില്ല. ആരുടെന്നോ പോയിട്ട് 2 മീനൊക്കെ വാങ്ങിക്കൊടുന്ന് ചൂണ്ട എപ്പോഴും വണ്ടിയിലുണ്ടാവും. ആ പോയിട്ട് ചൂണ്ട ഇടുന്ന ആ ഒരു ഇതാണ് കാണുന്നത്. ചൂണ്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അങ്ങനെ ചൂണ്ടൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് നടന്ന് അവന് ചൂണ്ടണ്ടാണ്. ഞാനും മോളും കൂടെ അവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല, അതൊന്നും കാണുന്നും കൂടെ ഇല്ല. ആകളെ ഊഞ്ഞാലാണ്, ഈ ഊഞ്ഞാലേന്നാണെന്നുണ്ടെങ്കിൽ അവൾ ഇറങ്ങണമില്ല. അതിലിങ്ങനെ എന്നെക്കൊണ്ട് കൈ വെക്കാൻ സമ്മതിക്കണില്ല. എനിക്ക് അതിനെ പേടിയാവുക കുട്ടി താഴത്ത് വീഴുമോ എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾ കടപ്പുറത്ത് പോയിരുന്നു, കുറച്ച് കടലൊക്കെ കണ്ട്. അതിനുശേഷം അവളെ വിളിച്ചപ്പോൾ അവൾ തുള്ളി ചാടി കളിക്കുക. വരാൻ തീരെ ഇൻട്രസ്റ്റ്